ശ്രീപത്മനാഭൻ, നമുക്ക് ഇത്തരത്തിൽ താങ്കൾ പറഞ്ഞു വെച്ച ചില കാര്യങ്ങളുണ്ട്, തുടരാം. അല്ല, ഞാൻ പറയുന്നത് ഇതിന് രാഷ്ട്രീയം കൊണ്ടുവന്നത് ഇവരാണ്. ഇപ്പൊ രാജ്യസഭയിൽ അനാവശ്യമായിട്ട് പദപ്രയോഗങ്ങൾ നടത്തി വിമർശിച്ച് പ്രസംഗിച്ചപ്പോഴാണ് അമിത്ഷാജിക്ക് മറുപടി പറയേണ്ടി വന്നത്. അപ്പോഴല്ലേ സത്യം പുറത്തു വന്നത്. ഇത്തരത്തിൽ കേരളത്തിന് എന്താ പറയുക മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, അവിടെ കഴിഞ്ഞ ഒരാഴ്ച ഈ സംഭവം നടക്കുന്നതിന്റെ ഒരു 3-4 ദിവസമായി കനത്ത മഴ പെയ്യാണ്. അവിടെ പലരും മാറി താമസിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് വാർഡ് മെമ്പർ തന്നെ പറഞ്ഞില്ലേ, പലരും മാറി നിന്നിട്ടുണ്ട്. അവിടെ താഴെത്തട്ടിൽ ഇത്തരത്തിലുള്ള ഒരു സന്ദേശം പല സ്ഥലത്ത് പോയിട്ടുണ്ട്. അപ്പൊ അത് പക്ഷേ കുറച്ചുകൂടി ഫലപ്രദമായി ജില്ലാ ഭരണകൂടം കുറച്ചുകൂടി ഫലപ്രദമായി കൊടുത്തിരുന്നെങ്കിൽ, കാരണം തൊട്ടടുത്താണല്ലോ ഈ പുത്തിമല എന്ന് പറയുന്നത്, പുത്തുമല. അപ്പോ ഒന്ന് അവിടങ്ങളിലുള്ളവരെ ഒന്ന് എവാക്യുവേറ്റ് ചെയ്തിരുന്നെങ്കിൽ കുറെയൊക്കെ. ഇപ്പോ അമിത്ഷാജി പറഞ്ഞില്ലേ, ഒറീസയിൽ 1999 സൈക്ലോൺ ഉണ്ടായപ്പോൾ, കൊടുങ്കാറ്റടിച്ചപ്പോൾ 10,000 ആൾ മരിച്ചു. പക്ഷെ അതേ തീക്ഷ്ണമായ അത്രയെ തന്നെ ശക്തമായ കൊടുങ്കാറ്റ് 2021 അടിച്ചപ്പോൾ ഒരാളാണ് മരിച്ചത്. കാരണം മുൻകൂട്ടി ഇത് കൊടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ താഴെത്തട്ടിൽ പ്രവർത്തനം നടന്നു, ഇവാക്വേഷൻ നടന്നു. ഇതൊരു പ്രോൺ ഏരിയയാണ്, ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയയാണ് ഈ സ്ഥലം. ഇത് എത്രാമത്തെ പ്രാവശ്യം അവിടെ ഉണ്ടാവുന്നത്? 84 മുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയും കേരളത്തിൽ ഒരുപാട് മേഖലകൾ, ഇത്തരത്തിലുള്ള മേഖലകളുണ്ട്. കനത്ത മഴ വരുമ്പോൾ 3, 4, 5 ദിവസമൊക്കെ കനത്ത മഴ പെയ്യുകയാണെങ്കിൽ അവിടുന്നുള്ള ആളുകളെ എവാക്യുവേറ്റ് ചെയ്യാനുള്ള ശക്തമായ നടപടി എടുക്കണം. അമിത്ഷായുടെ പ്രസംഗത്തോടു കൂടി അത് പുറത്തു വന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിന് ഇനിയിപ്പോ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റേ SP പറഞ്ഞതുപോലെ നമ്മളിപ്പോ അതിനൊന്നും ശ്രദ്ധിക്കണ്ട. നമ്മൾ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക. പുനരധിവാസമാണ് ഏറ്റവും വലിയ വിഷയം. കാരണം ഇവിടെ എവരെ പുനരധിവസിപ്പിക്കും എന്നുള്ള വിഷയമുണ്ട്. ഇതൊരു ലാൻഡ് സ്ലൈഡ് പോണ ഏരിയ, അവിടെ തന്നെ താമസിപ്പിച്ചാൽ നാളെ എന്താ സംഭവിക്കുക എന്നറിയില്ല. പുത്തുമലയിൽ ഇപ്പൊ ആരെയും താമസിപ്പിക്കാൻ അനുവദിച്ചിട്ടില്ല. ഒരാൾ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ, ബാക്കി എല്ലാവരും വിട്ടുപോയി. അപ്പൊ അങ്ങനെ വിട്ടുപോയവരെ എവിടെ കൊണ്ടുപോയിട്ട് റീഹാബിലിറ്റ് ചെയ്യും? ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, അതിന്റെ ഫണ്ട് കാര്യങ്ങൾ, ഇതൊക്കെ സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ, സാമൂഹ്യ സംഘടനകൾ എല്ലാവരും കൂടി ചേർന്ന് നടത്തേണ്ട കാര്യമാണ്. നമ്മുടെ പ്രയോറിറ്റി അതാണ്. വിമർശനങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. പക്ഷേ ബ്ലാങ്കറ്റ് ബാൻ, വിമർശനത്തിന്റെ മുകളിൽ ഒരു ബ്ലാങ്കറ്റ് ബാൻ, അതൊന്നും നടപ്പിലാക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഭരണകൂടത്തിന് ഇന്ത്യ രാജ്യത്തില്ല. കാരണം നമ്മുടെ ഭരണഘടന അത്രയേറെ അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്ന രാജ്യമാണ്. അത് നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് വിമർശിക്കുന്നവർ, വിമർശന താല്പര്യമുള്ളവർ തൽക്കാലം ഒരു 2 മാസത്തേക്ക് വിമർശിക്കാണ്ടിരിക്കുക. ഇനി അഥവാ ആരെങ്കിലും ജനാധിപത്യപരമായ രീതിയിൽ വിമർശിച്ചാൽ അതിനെ ഉൾക്കൊള്ളുക, ആ ജനാധിപത്യത്തിന്റെ ശ്രീപത്മനാഭൻ. കാരണം ഈ ജനാധിപത്യ വിമർശനങ്ങളെ ഉൾക്കൊള്ളുക, എന്തുകൊണ്ട് ഈ വിമർശനങ്ങൾ ഉയരുന്നു എന്ന് പരിശോധിക്കുക. ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ വിമർശനങ്ങളിലാണ് വ്യാപകമായി കേസ് രജിസ്റ്റർ ചെയ്തത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 39 FIR രജിസ്റ്റർ ചെയ്തത്, 279 സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ നീക്കം ചെയ്യുകയും ചെയ്തു. ഇതിൽ ചില വിമർശനങ്ങളെ അത്തരത്തിൽ കേസുകൾ എടുക്കാം, കാരണം അതിൻ്റെ ഉള്ളടക്കം അത്തരത്തിൽ സഭ്യേതരമല്ല എങ്കിൽ. പക്ഷേ വസ്തുതകൾ നിരത്തിയുള്ള വിമർശനങ്ങളെ എന്തിന് ഈ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ഭയക്കുന്നു എന്നതാണ് പ്രസക്തമാകുന്ന ചോദ്യം. കാരണം ഇടപെടലുകൾ, ആ തുകയുടെ വിനിയോഗം സുതാര്യമാണെങ്കിൽ ആരും വിമർശിക്കില്ലല്ലോ. കാരണം മുൻപുണ്ടായിരുന്ന ഈ ദുരിതാശ്വാസ നിധിയിലടക്കം, പ്രളയ ദുരിതാശ്വാസ നിധിയിലടക്കം സ്വരൂപിച്ച തുക വകമാറ്റി ചെലവഴിച്ചതിലൂടെ ഉണ്ടായ ചില സന്ദേഹങ്ങളും സംശയങ്ങളുമാണ്. സുതാര്യമല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയരുന്നത്. ആ ചോദ്യങ്ങൾ, വിമർശനങ്ങൾ ഉയരുക തന്നെ ചെയ്യും.